Gunjan is one of my favorite cousins and he is also here from Mumbai. I would like him to share a few words. ചില ദിവസങ്ങളിൽ നിന്ന് ബിജു എന്നോട് വിളിച്ച് പറയും വിചാരിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വരാതിരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് ബേബിച്ചാൻ. ആ ബേബിച്ചാൻ്റെ 90ാമത്തെ ബർത്ത്ഡേ ആഘോഷം നടത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ് പുള്ളിയോട് ഇങ്ങനൊരു സംഭവത്തിൽ സംബന്ധിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദിവസം എന്ന് പറയുന്നുണ്ട് 70 വയസ്സ് വരെ മനുഷ്യൻ ആയുസ് വന്നിട്ടുണ്ട്. ദീർഘായുസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കാരണം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക, അവരെ വൃദ്ധാലയിൽ നിന്ന് വിടാതിരിക്കുക. അത് വ്യവസ്ഥയില്ലെങ്കിലും ഞാനെടുത്ത് പറയുന്നതേ ഉള്ളൂ, എൻ്റെ വാക്കാണത്. അപ്പം ബേബിച്ചാനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എടുത്ത് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നറിയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക, അവരെ പോറ്റി വളർത്തുക, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ കൊടുക്കണമെന്നുള്ള കാര്യം വേദോസ്തത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിന്ന് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ വളരെ എല്ലാവരും സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറയാൻ, ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് പറയാൻ കാരണം എൻ്റെ ബാല്യകാലം തൊട്ട് എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സിക്കിന് കൊണ്ടുപോയി 1 വർഷക്കാലം പുള്ളിയുടെ കൂടെ താമസിച്ച് ആവശ്യമായ ട്രെയിനിങ്, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, പുള്ളിയുടെ ഓഫീസ് കാര്യങ്ങൾ കൊണ്ട് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുള്ളിയെ ഒത്തിരി അനുകരിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു വർക്കുകൾ എങ്ങനെ ചെയ്യുക, വീട്ടിലെങ്ങനെ കഴിഞ്ഞു കൊടുക്കണം, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായി തോന്നുന്നു എനിക്ക്. ഞാനാക്കി തീർത്തതിൻ്റെ പിന്നിൽ പുള്ളിയുടെ കരങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല. എൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രയാസഘട്ടങ്ങളിലും ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യത്തിലും പുള്ളി എൻ്റെ കൂടെ എന്നെ ഏത് വിധത്തിലുള്ള സഹായത്തിനും എന്നെ ചെയ്യുമായിരുന്നു. എന്താവശ്യപ്പെട്ടാലും എനിക്ക് എല്ലാ സമയത്തൊക്കെ പുള്ളി സാധിച്ചു തന്നിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സ്നേഹം ഇന്ന് വരെ, അതായത് ഞങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ഞങ്ങളെ ഒന്നും മുഷിച്ചിട്ടില്ല, സ്നേഹമില്ലാതെ ഇരുന്നിട്ടില്ല. ഞങ്ങളുടെ ഈ പ്രായമായ കാലം തൊട്ട് ഞങ്ങളെന്നും എപ്പോഴും ഒരഭിപ്രായമുള്ളൂ. ഞങ്ങൾക്ക് പുള്ളിയുടെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും പുള്ളിയോട് ആലോചിച്ച് കഴിയുമ്പോൾ അത് ഞങ്ങൾക്ക് വ്യത്യാസമില്ല. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ബേബിച്ചാൻ. ആ ബേബിച്ചാൻ്റെ 90ാം ഇയർ ബർത്ത്ഡേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് ദീർഘായുസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, എത്ര വയസ്സ് ദീർഘായുസെന്ന് എൻ്റെ ചിന്തയെ വന്നാൽ കേട്ടോ. അപ്പൊ ഞാൻ ദിവസം പറഞ്ഞ് 70 ഏറിയാൽ 80. അപ്പൊ ഈ 80 കൂടുതലുള്ളവർ എന്താ ഏത് കടത്തിപ്പെടണം ദീർഘായുസിന്. അപ്പോഴേ മനസ്സിലായത് അതാണ് ഈ 80 കൂടുതലുള്ളവർക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോണസാണ്. 80 കൂടുതൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നെങ്കിൽ അത് ആ മനുഷ്യന്റെ ബോണസ് ദൈവം സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കണ്ടിട്ടില്ല, ഒരുത്തിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് നമ്മുടെ ആരുടെ ഹൃദയത്തിൽ തോന്നുന്നതല്ല. പുള്ളിക്ക് ഇപ്പൊ ബോണസ് കാലഘട്ടമാണ്. പുള്ളിയുടെ ദൈവം പറഞ്ഞിട്ടുള്ള ആയുസ് 70 ഏറിയാല് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 വർഷം എന്ന് പറഞ്ഞാൽ ബോണസിന്റെ ഫലമാണ്. ധാരാളം ബോണസുകൾ ഇതുപോലെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ കേൾക്കുന്നു. Thank you, Kunyachan. Now I would like to invite Anyachan to the stage to share an experience. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയുസിന്റെ ദൈർഘ്യം ദൈവത്തിന്റെ ദാനം. ആയുസിന്റെ ദൈർഘ്യം ദൈവത്തിന്റെ ദാനമാണ്. 91 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദീർഘായുസ് കൊണ്ട്
ഞാൻ നിങ്ങൾക്ക് തൃപ്തി വരുത്തും. ദീർഘായുസുകൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. അപ്പോൾ ഈ നവതി ആഘോഷിക്കുന്ന എത്രയും ബഹുമാനമുള്ള വ്യവസായ ഞാൻ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 90-ാം ജന്മദിനം കേവലം ഒരു സാധാരണ ജന്മദിന ആഘോഷമല്ല. അത് ധന്യമായ ജീവിതത്തിന്റെ ഉടമയോടുള്ള ആദരവും ബഹുമാനവും അർപ്പിക്കണം. അതാണ് ഉടമയോടുള്ള ആദരവും ധന്യമായ ജീവിതവും അർപ്പിക്കണം. അതൊക്കെ കുടുംബത്തിനും സമൂഹത്തിനും മലങ്കര സുറിയാനി മാർത്തോമാ സഭയ്ക്കും അനവധിയായ സംഭാവനകൾ നൽകി മറ്റുള്ളവരെ നന്മയിലേക്ക് നയിച്ചതിന്റെ സ്മരണകളും പിന്നെ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്ന അസുലഭ നിമിഷങ്ങളാണ്. 128-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അത് അനുഗ്രഹീതനാണ്. ദൈവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ നേരം പരാതി പറഞ്ഞതുപോലെ ഞാനിങ്ങനെ പറയുന്നു. ദൈവം സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവം സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ അല്ലെ ദേശത്തിന്റെ നന്മയെ കാണും. നിന്റെ ആയുഷ്കാലം മുഴുവനും നീ യെരൂശലേമിന്റെ അല്ലെങ്കിൽ ദേശത്തിന്റെ നന്മയെ കാണും. ഇതാണ് നിന്റെ മക്കളുടെ മക്കളെയും. ഞാൻ ഇന്ന് ഷാജിമോളോടെ ഒരു കാര്യം ചോദിച്ചു. മോക്ക് കൊച്ചുമക്കളുണ്ടോ? അപ്പോൾ ശിവജിമോൾ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നുണ്ട്, ദേവിച്ചാന് മക്കൾ, കൊച്ചുമക്കൾ അങ്ങനെ തലമുറ ദൈവം അനുഗ്രഹിച്ചു. ഇനി ഞാൻ ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ പ്രത്യേകമായ ഒരു ബ്ലെസ്സിങ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ഇസ്രായേൽ മക്കൾക്ക് മോശയോട് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിച്ചു കൊള്ളട്ടെ. എന്താണ് അനുഗ്രഹങ്ങൾ? ഒന്ന്, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാത്തുമാറാണ്. അതെങ്ങനെയാണ്? ഇങ്ങനെ പറയുന്നു: യഹോവ ദൈവമായ കർത്താവ് ദേവിച്ചാനെ അനുഗ്രഹിച്ച് കാത്തുമാറാണ്. 2, യഹോവ തിരുമുഖം നിന്നെ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു: യേശു കർത്താവ് തിരുമുഖം ദേവിച്ചാനെ പ്രകാശിപ്പിച്ച് ദേവിച്ചാനെ കൃപയുള്ളവനാകട്ടെ. 3-ാമതായിട്ട് യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുവാനാകട്ടെ. അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു: യേശു കർത്താവ് തിരുമുഖം ദേവിച്ചാനെ ഉയർത്തി ദേവിച്ചാന് ഭൂമിയിൽ ഇനി ശേഷിപ്പുള്ള സമയം സമാധാനം നൽകുമാറാകട്ടെ. ഞാനിത് എടുത്തത് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളാണ്. അവസാനമായിട്ട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ദൈവഭക്തിയോട് ജീവിക്കുന്നവര് ദൈവം അനുഗ്രഹിക്കുന്ന പ്രതിഫലമാണ് ദീർഘായുസ്. എന്താണ്? ദൈവഭക്തിയോട് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ദീർഘായുസ്. പുതിയ വർഷം ആയുസ്സും ആരോഗ്യവും സൗഖ്യവും സമാധാനവും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് എളിയവനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ദൈവത്തോടും മറ്റുള്ളവരോടും സഹോദരന്മാരെ ആരായാലും നന്ദിയും കടപ്പാടും ഉള്ള വ്യക്തിയായി ജീവിക്കുവാൻ
സ്വർഗത്തിലെ ദൈവം ദൈവച്ചാനെ സഹായിക്കുമാണ്. ഞാനിവിടെ നിർത്തുന്നു. Thank you, Anil Chaya. So now I would like to invite Modi Chayan to give a speech. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കുടുംബം, മോദി അപേക്ഷിക്കുന്ന വേവിച്ചായ പ്രിയ പ്രതിനിധികൾ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പ്രിയ വേവിച്ചായ 90 വയസ്സ് പൂർത്തിയാക്കി ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനും സന്തോഷിക്കാനും. ജീവിതത്തിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ 90 വയസ്സിന്റെ ആഘോഷം. എനിക്ക് തോന്നുന്നത് കാഞ്ഞിരപ്പള്ളി കുടുംബത്തെ പെരുമാറ്റത്തിലും 1-2 പേർക്ക് മാത്രം കിട്ടിയ അനുഗ്രഹമാണ് വേവിച്ചാനെ കിട്ടിയിരിക്കുന്നത്. എന്റെ തോന്നൽ എനിക്ക് 60 വയസ്സാകുന്നേ ഉള്ളൂ, എങ്കിലും ഞാൻ ഒരു എക്സ്പയറി കിട്ടിയില്ല. കൂടാതെ ദൈവത്തിൻ്റെ ഒരു ബോണസ്. വേവിച്ചാനെ പറ്റി ഓർക്കുമ്പോൾ വേവിച്ചായന്റെ അത്രയും പഞ്ച്വാലിറ്റിയുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ ദേശത്ത് നാട്ടിൽ കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൃത്യതയും കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ് വേവിച്ചായ. ഈ കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലുള്ളവരുടെ ചെറിയ സ്വഭാവം മൂക്കിൻ കത്തത്താണ് ദേഷ്യം. അത് ഞങ്ങൾക്ക് ചില സൗകര്യപ്പെടുത്തിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങൾക്കും നിർണായകവും എല്ലാ ആവശ്യങ്ങൾക്കും പരസ്പരം ഉണ്ടാവുന്ന പരസ്പരം. ഏതായാലും വേവിച്ചായാലും ആരോഗ്യവും ദീർഘായുസ്സും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ബർത്ത്ഡേ വേദിക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ചടങ്ങ് സംഘടിപ്പിക്കാൻ ചിട്ടാപിടിച്ച എല്ലാവർക്കും ബിജുവിനും നന്ദി. Thank you, Modi Chayan, for the wonderful speech. Next, we have Modi Chayan, not Modi Chayan. Anil Chayan from our family. മാത്രം ഉണ്ടാകട്ടെ. ഇങ്ങനെയൊരു അവസരം ജീവിതത്തിൽ ലഭിച്ചത് വലിയൊരു സന്തോഷമായി ഭാഗ്യമായി കരുതുന്നു. അല്ലാതെ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടതുപോലെ പ്രിയ വേവിച്ചായ 90 വയസ്സ് ജീവിച്ചിരിക്കാൻ ഈ ഭൂമിയിൽ ദൈവം അവസരം കൊടുത്തു. മോനിച്ച പറഞ്ഞതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി കുടുംബത്തിന് നമ്മുടെ വലിയപ്പറ്റ 109 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എൻ്റെ പിതാവ് 94 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഈ കുടുംബത്തിൽ ആരും തന്നെ 90 വയസ്സ് പ്രവർത്തിക്കുന്നില്ല. വേവിച്ചാനെ ആ ഭാഗ്യം 3ാമത്തെ വ്യക്തിയാണ് വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കതിലിപ്പോൾ 77 റണ്ണിങ് ആണ്. നമ്മളിപ്പോൾ പലരും പറഞ്ഞു കേട്ടല്ലോ 7-10 ഏറെയായി 80 മാസം. നമ്മളെല്ലാം ഒരു ഗ്രേസ് പീരീഡിലാണ് കഴിഞ്ഞു. നമ്മുടെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു. എന്നാൽ ഗ്രേസ് പീരീഡാണ്. ദൈവത്തിന്റെ പ്രകാരം 80 വയസ്സ് കഴിയുമ്പോൾ അത് വചനത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് ദീർഘായുസ് കൊണ്ട് തെറ്റി വരുത്തുന്ന വിശേഷാൽ പറയുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞ 90 വർഷക്കാലം ഭൂമിയിൽ ജീവിക്കാൻ ദൈവം സഹായിച്ചു. വീണ്ടും അല്പമായ ബലഹീനത ഉണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തോടെ കഴിയുന്നു. അത് തന്നെ വലിയൊരു സന്തോഷത്തിന്റെ പ്രത്യാശയുടെ അനുഭവമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ചിരിയെ നോക്കി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ മനസ്സിലിരിക്കുന്നത് തോന്നി. അച്ഛൻ 2-3 വർഷം ആയിട്ട് ഈ ചിരി കാണുന്നുണ്ട്. ഞാൻ 70 വർഷത്തിലധികമായിട്ട് ഈ ചിരി കാണുന്നുണ്ട്. സ്തോത്രം. എന്നാലും ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെയുള്ള ചിരി. ആ ചിരി ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഈ ചിരി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ കണ്ടിട്ടുള്ളത് ചിലർ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഞങ്ങളെക്കാൾ ഇളയവരാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ എന്റെ 70 വർഷത്തിന്റെ മുൻപിലേക്ക് എന്റെ ഓർമ്മ ഞാൻ കൊണ്ടുപോകുകയാണ്. ഞാൻ ചോട്ടയിൽ നിന്ന് സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെ ബാല്യകാലം ഞാൻ വാഴക്കുഴിക്കൽ പ്രഥമ സ്കൂളിലാണ് പഠിച്ചത്. രവിചാന്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന ചോട്ടയിൽ വന്ന് ചില നാടുകൾ
1-2 വർഷക്കാലം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് കല്ലൂടിക്ക് പോകുന്നത് ഉണ്ടായിരുന്നു. ഞാൻ വളരെ പേടിയോടെയാണ് അത് ദൈവത്തിനെ കേട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1ാം ക്ലാസ് 1953, 54, 55, 56 വർഷങ്ങളിലൊക്കെ ദൈവത്തിനോട് ഒരുപോലെ എന്നെ കണക്ക് പഠിപ്പിക്കും. ഞാൻ കണക്കിന് വളരെ കൂടുതലാണ്. എന്നെ കണക്ക് പഠിപ്പിക്കുന്ന എൻ്റെ ഒരു ഗുരുവും കൂടിയാണ്, അധ്യാപകൻ കൂടിയാണ് ദൈവത്താൻ. 2 ഇയർക്കിലൊക്കെ തിരിച്ചു വെച്ചിട്ട് കെട്ടിയൊക്കെ പുറത്തടിച്ചിട്ടുണ്ട്. ഞാൻ അതായത് പറഞ്ഞ പേടിയോടെ കണ്ടിട്ടുള്ളത്. പിന്നെ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ കണക്കിലൊക്കെ അതുപോലെ വിദ്യാഭ്യാസത്തിലെ നന്മ ഉണ്ടാകാൻ കാരണം ജയിച്ചാണ്. എൻ്റെ ഗുരുഭൂതനാണ് സ്തോത്രം. അതുപോലെ എൻ്റെ പിതാവ് പോലെയാണ് സ്തോത്രം. ഞാൻ വളരെയധികം ഭയപ്പെടുകയും അന്ന് ചെറുപ്പകാലത്തിൽ തലവടിക്കൊക്കെ പോയി പിന്നെ വരുമ്പോൾ ഞാൻ ഉറങ്ങി വന്നു പണിയുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കുടിങ്ങനെ പോകും. അടിയോടുള്ള പേടിയുണ്ട് അങ്ങനെയൊക്കെ. എന്നാൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെറുപ്രായത്തിൽ അദ്ദേഹം എന്നെ വളരെ ഒരു ട്യൂഷൻ മാസ്റ്ററെ പോലെ ഞാൻ 53-ലാണ് സ്കൂളിൽ ചേരുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് ചില വർഷങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ഓർക്കും, ഞാൻ കണക്കിന് വീക്കായി വന്നപ്പോൾ ഞാൻ ഓർക്കും ഡേവിഡ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും അദ്ദേഹം സിക്കിമിൽ പോയി കഴിഞ്ഞു. പിന്നെ എനിക്ക് ആ പാർട്ടി കിട്ടിയില്ല. ഈ ചിരിയൊക്കെ അന്നത്തെ കാലത്തെപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തടിയൂർ പോയി പഠിക്കാൻ തിരിച്ചു വരുമ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കും അടി കിട്ടുകൊണ്ടെന്നുള്ള പേടിയോട്. എന്നാൽ വളരെ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ചെറുപ്രായത്തിൽ ബാല്യ സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾക്ക് വളരെ സഹായം ചെയ്ത പഠിച്ച കാര്യങ്ങൾ സഹായം ചെയ്ത ഒരു വ്യക്തിയാണ് ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലൊരു ചെറിയ ആഗ്രഹമുണ്ടായി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരോടും എനിക്ക് പറയാറില്ല. എനിക്ക് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാം. അത്രമാത്രം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എനിക്ക് മദ്രാസ് ഒന്ന് കാണണം. അന്ന് ചെന്നൈയല്ല, മദ്രാസ് എന്ന് പറയും. മദ്രാസ് ഒന്ന് കാണണം. ട്രെയിനിൽ കയറിയിട്ടുമില്ല, ട്രെയിനിൽ നിന്നും കയറണം. അപ്പൊ ഞാൻ ആ കാര്യം നീ അത് നേരത്തെ പറയണ്ടായോ, ഞങ്ങൾ ടിക്കറ്റില്ല റിസർവ് ചെയ്ത് കഴിക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഒരു പോകേണ്ട ദിവസമായപ്പോൾ ഗ്രൂപ്പിലുണ്ടായിരുന്ന വേറൊരു ഇന്ത്യഭൂമിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ആ റിസർവേഷൻ എണ്ണി അതിൽ ഞാൻ കിടന്നിട്ട് അദ്ദേഹത്തെ ഓർഡിനറി കമ്പാർട്ട്മെന്റിലേക്ക് വിട്ടു. അങ്ങനെ തമിഴ്നാട്ടിൽ ചെന്ന് മദ്രാസിൽ ചെന്ന് ആ മദ്രാസിന്റെ ഭാഗങ്ങളിൽ ഒരു പകൽക്കാലം മാത്രം സന്ധ്യയായപ്പോൾ അവർ ട്രെയിൻ കയറി പോയി. ബീന അന്ന് 2 വയസ്സ് ഓർമ്മ ശരിയാണെങ്കിൽ ബീന മാത്രം ഒരു ക്ഷേത്രത്തിൽ അടിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെങ്ങന്നൂർ കല്ലിശ്ശേരിയില്. അപ്പോൾ ആ പോയ സ്ഥലത്ത് ഞാൻ അവിടെ നിന്നിട്ട് മദ്രാസിൽ ചെന്നൈയിൽ 150 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ 1 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഫീസാണ്. നിങ്ങൾ വിചാരിക്കും 150 രൂപ ഒരു ചെറിയ തുകയാണ്. ഒരു 57 വർഷത്തിന് മുമ്പത്തെ ചരിത്രമുണ്ട്. അന്നത്തെ 150 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എത്രായിരം രൂപ വിലയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. അതെനിക്ക് തന്നു. എന്റെ വിദ്യാഭ്യാസത്തിൽ ആ ഫീസ് കംപ്ലീറ്റ് അടയ്ക്കാനുള്ള പൈസ ഒന്നിച്ചിരുന്നു. ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവന്ന പൈസ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഞാൻ ഓർത്ത് എത്രമാത്രം എന്നെ പറ്റി കരുതിയിരുന്നത്. പഠിച്ചു വന്ന് എങ്ങനെയെങ്കിലും ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് രക്ഷപ്പെട്ടു പോകട്ടെ, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിതാവിനെ സഹായിക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഒരു അവിടുത്തെ പഠിത്തം കഴിഞ്ഞു ഞാൻ ജോലിക്ക് കൊടുത്തൊരു ആഗ്രഹം വന്നപ്പോൾ ആ വിവരം വെളിച്ചാനെ അറിയിക്കുമ്പോൾ വെളിച്ചാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിന്റെ സാമ്പത്തിക സ്ഥിതി അല്പം മോശമായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ 58 വർഷത്തിന് മുമ്പത്തെ ചരിത്രമൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വെളിച്ചാൻ അവിടെ എനിക്ക് രൂപ അയച്ചിരുന്നു. അത് 90 രൂപയുള്ളൂ ട്രെയിൻ ചാർജ് സിക്കിം വരെ പോകുന്നതിന്. തിരുവല്ലായിലെ ട്രെയിനിൽ പോലും 90 രൂപയുള്ളൂ. 250 രൂപ അയച്ചെന്നിട്ട് നീ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ഈ മോണിച്ചൊരു സ്തോത്രം ഓവന മിനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ്. അവളുടെ മമ്മി ഒന്നിച്ചാണ് സിക്കിമിലേക്ക് പോകുന്നത്. ആ പോകാത്ത ഞാൻ ഓർക്കുവാണ് എത്രമാത്രം കരുതൽ ഞങ്ങളുടെ തലമുറകളെ പറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എൻ്റെ പിതാവിനേക്കാൾ അധികമായിട്ട് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. അതാണ് ഞാൻ പലപ്പോഴും ഓർക്കുന്നത്. എൻ്റെ പിതാവിന്റെ സ്ഥാനം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് ഇന്നിവിടെ ഉള്ളപ്പോൾ ആകെ 2 പേരേ ഉള്ളൂ. അതിന് ഒരാൾ വളരെ വിദുരതയിൽ ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ. സ്തോത്രം. എന്നാലും ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ ഒന്നതിന് വളരെ ദൂരസ്ഥരായുള്ള സ്തോത്രം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ലഭിച്ചതിൻ്റെയും അവസരം കൊടുത്തല്ലോ. അതൊരു നല്ല സന്തോഷ വാർത്തയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടുകുത്തറിനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുവാൻ ബിജു വളരെ സന്തോഷമുണ്ട്.
ഒരു മാസത്തിന് മുമ്പ് ബോട്ട് അനിച്ച പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അമ്മമ്മ വരണം വന്നിട്ട് ഈ അവസരത്തിൽ നമുക്കൊന്നിച്ച് ഒരു കെട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ച് ഞങ്ങൾ ചില പ്രയാസമൊക്കെ പോയി സ്റ്റെപ്പൊക്കെ കയറാറുണ്ട് എങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കടന്നു വന്നു സ്തോത്രം. ഈ അവസരം എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. എത്രയോ വർഷങ്ങളായിട്ട് കാണാത്ത പല പ്രിയപ്പെട്ടവരെയും പുതിയ തലമുറയിലെ പലരെയും കാണുവാനും അവരുമായിട്ട് സ്നേഹം പങ്കിടുവാനുള്ള അവസരം ഇവിടെ ലഭിച്ച സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഈ സമയം ഓർക്കുവാണ് ദൈവം എത്ര വിശ്വസ്തനാണ്, നല്ലവനാണ്, നമ്മളെ പറ്റി കരുതുന്നവനാണ്. ഇതൊക്കെയും മുന്നമേ ബിജുവിന്റെ ഹൃദയത്തിൽ ദൈവം ആലോചന കൊടുത്തു, സഹോദരങ്ങളുടെ കൊടുത്തു, അല്ലെങ്കിൽ ആരും വരാൻ പോകുന്നില്ല. ഒന്നിച്ച് പലരെ കാണാനും പറ്റില്ലായിരുന്നു സ്തോത്രം. അനേക വർഷം 25-30 വർഷത്തിന് ശേഷം കൊച്ചുബാബൻ ദിവസം കഴിഞ്ഞാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു നമ്മൾ 35 വർഷമായില്ലേ കണ്ടിട്ട്. 35 വർഷം കഴിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു 35 ആയിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ ബോംബെ വെച്ച് കൊച്ചുബാബന്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ഒന്നിച്ചൊരു അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഓർമ്മ സ്തോത്രം ഒരു ലഞ്ച് ഞങ്ങൾ ഒന്നിച്ച് ഭവനത്തിൽ കഴിക്കാനിടയായി. ഞാൻ കാര്യം ഓർമ്മിച്ചപ്പോൾ കൊച്ചുബാബൻ തിരിച്ചു പറഞ്ഞു യുവർ ബ്രെയിൻ ഈസ് വെരി ബ്രില്യന്റ്, നിന്റെ ഓർമ്മ വളരെ ഇതാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തു. എനിവേ ഇന്ന് വീണ്ടും ഒന്നിച്ച് താങ്കൾ 22-23 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് തീർച്ചയായും വല്ലപ്പോഴും വാട്സിന്റെ വയല് കേരളത്തിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്നു. പല പ്രിയപ്പെട്ടവരെയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒന്നിച്ച് ഒരേ കൂടപ്പുറപ്പോടെ ഒന്നിച്ചൊന്ന് കാണുവാനുള്ള ഒരു അവസരം ഇങ്ങനെ ഒരിക്കലോ ദൈവമാണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പ്രിയണിക്കാരെ അനേക വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അദ്ദേഹം ഇതിനിടയ്ക്ക് ബോംബെയിൽ നിർദ്ദേശം വന്നിട്ട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. മറ്റു പല പ്രിയപ്പെട്ടവരും നിങ്ങളെ ഒന്ന് കാണാനായതിൽ എനിക്ക് വളരെ സന്തോഷം. പ്രിയ ബോർഡിന്റെ സ്റ്റേജിൽ വന്ന് സ്റ്റേജ് മാനേജരായിട്ട് ആക്ട് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു പോവാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സ്കൂട്ടി കൂടെ ബോംബെക്ക് പോവാണ്. അപ്പോൾ അവർക്ക് 4 മാസം പ്രായമാണ് എനിക്ക് തോന്നുന്നു. ശിജി മോളെ കൊണ്ട് ബോംബെക്ക് പരിപാടി ഒന്നിച്ചാണ് പോയത്. ഞാൻ എന്റെ ഓർമ്മ ഒന്ന് എടുത്തിരുന്നുള്ള ഒരു സ്തോത്രം. ഫ്ലൈറ്റിൽ ഒരു പകുതി യാത്ര കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റിൽ ഇരുന്നവരെല്ലാവരും ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു കരച്ചിലായിരുന്നു. അതിന്റെ കാരണം എന്ന് ശിജിക്കറിയാം. സ്തോത്രം. വളരെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ അവിടെ കൊണ്ടിട്ടായി. കൊച്ചുകുട്ടി 4 മാസം 4 മാസമല്ലേ എനിക്കൊന്ന് 4 മാസം പ്രായമുണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ള സമയത്താണ് മോളെ അന്ന് ഞങ്ങള് ബോംബെ ചെന്നിറങ്ങി. അത് കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളുണ്ടായിരുന്നു. പപ്പ വരുന്നുണ്ടായിരുന്നു ദുബായിൽ നിന്ന് വന്നിട്ട് ഞാൻ ഓർക്കുവാണ് ഇവരൊക്കെ ഇന്നിച്ച് കണ്ടു. അന്ന് കണ്ട് 6 മാസം പ്രായമുള്ള പെൺകുട്ടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ലീഡ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ സ്തോത്രം നമുക്കൊരു അനുഗ്രഹമാണ്. ദൈവം നടത്തിയ നമ്മുടെ വലിയപ്പച്ചന്റെ ആ സ്തോത്രം, ആ ദൈവഭയമാണ് സ്തോത്രം നമ്മുടെ തലമുറകളിൽ അനുകരിക്കുവാൻ. നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടത് 4ാം തലമുറ കഴിച്ചാല് ഭാഗ്യം കാണുവാനും ഇനിയും പുതിയ തലമുറകളെ കാണുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുസ്വാരങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വരെ ആരോഗ്യത്തോട് നടക്കുവാൻ ദൈവം സഹായിക്കും. ആരുടെയും സഹായം കൂടാതെ അന്ത്യശ്വാസം വരെയും ആരോഗ്യത്തോട് നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കും.